നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ മനസ്സ് തൊട്ട് പറയുകയാടാ, ഒരു കാലത്തും അവൾ ഗുണം പിടിക്കില്ല. വന്ദന ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ഇതിലെന്തോ ചതിയുണ്ട്, അതാദ്യം കണ്ടുപിടിക്കണം. ഹരിതയെ നോക്കാൻ വേണ്ടി രാവും പകലും ബുദ്ധിമുട്ടുന്ന വന്ദന എനിക്കറിയാം. ഹലോ കുറുപ്പ് സാർ. സാഗറെ, ഹരിതമ്മളുടെ വയറ്റിലെ കുഞ്ഞിനെ ആരും ഇല്ലാതാക്കി. എന്റെ കുറുപ്പ് സാറേ, ഞാൻ അറിഞ്ഞു. അത് ചെയ്തത് ഞാനല്ലേ. എന്താടോ താനൊന്നും മിണ്ടാത്തത്? അത് പിന്നെ സാറിന്റെ പേരക്കിടാവന്റെ മരണ വാർത്ത കേട്ട് ഒന്ന് ഷോക്കായി പോയതാണ് സാറേ. അല്ല, അതെങ്ങനെ സംഭവിച്ചു സാറേ? വന്ദന കൊടുത്തൊരു മരുന്ന് കഴിച്ചിട്ടാണത് സംഭവിച്ചതെന്ന് ഹരിത പറയുന്നു. പക്ഷേ ഞാനതങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. എനിക്ക് സംശയം നിന്നെ, സാഗറിനെയാണ്. എന്നെ? അതെ, എന്റെ പേരക്കിടാവിനെ ഇല്ലാതാക്കാൻ നീ എന്തെങ്കിലും പണി ഒപ്പിച്ചോ? സാർ എന്താ അസംബന്ധമൊക്കെ പറയുന്നേ? സാറിന്റെ പേരക്കിടാവിനെ ഇല്ലാതാക്കിയിട്ട് എനിക്കെന്ത് നേട്ടം? അത്രയ്ക്ക് ക്രൂരനാണ് സാഗറിനാണോ സാർ വിചാരിച്ചിരിക്കുന്നേ? എനിക്കും രാഗിക്കും ഇതുവരെ ഒരു കുഞ്ഞില്ല. അതിന്റെ ദുഃഖത്തിലും പ്രാർത്ഥനയിലുമാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ ഒരു കുരുന്നു ജീവനെ ബലി കൊടുക്കാൻ തക്ക ക്രൂരനാണെന്ന് സാർ കരുതുന്നുണ്ടോ? ഞാൻ എന്റെ ഒരു സംശയം പറഞ്ഞതാ. എന്നാ ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്, ഇങ്ങനൊരു സംശയം എന്നെ കുറിച്ച് ഉണ്ടാവരുത്. എനിക്കത് താങ്ങാൻ പറ്റില്ല സാർ. എടോ, എനിക്ക് പെട്ടെന്ന് അങ്ങനെ സംശയം ഉണ്ടായി പോയെന്നേ ഉള്ളൂ. താനാണ് അത് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മതി, ധാരാളം മതി. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. അല്ല, വന്ദന കൊടുത്ത മരുന്നാണ് കുഞ്ഞിനെ കൊന്നതെന്നാണല്ലോ ഹരിത വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് വന്ദനയും ജഗനെയും തമ്മിൽ തെറ്റിക്കാനുള്ള വഴി ആലോചിച്ചൂടെ നമുക്ക്? നമുക്ക് ആലോചിക്കാം. എന്റെ പേരക്കുട്ടിയെ ഇല്ലാതാക്കിയതിന്റെ ദുഃഖത്തെക്കാൾ വന്ദന എങ്ങനെ കൊടുക്കാമെന്ന ആലോചനയിലാണ് ഞാനിപ്പോ. അത് നന്നായി സാർ. സാറ് കരുക്കൾ നീക്കിക്കോ. ഏത് പൊല്ലാപ്പും തരണം ചെയ്യാനുള്ള സഹായവുമായി ഈ സാഗർ ഒപ്പം ഉണ്ടാവും. സാറേ, കരുതിക്കൂട്ടി ഒരു അബോഷന് ശ്രമിക്കുക കുറ്റം ഭീകരമാണ്. മിടുക്കനായ ഒരു വക്കീലിനെ ഒപ്പം ചേർത്താൽ വന്ദന കമ്പിയെണ്ണം. വന്ദനയ്ക്കെതിരെ കിട്ടിയ ഈ ആയുധം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു. കാരണം അവള് കളിച്ചു തുടങ്ങിയത് എന്റെ കുടുംബത്തിൽ കയറിയ എന്റെ പേരക്കുട്ടിയാ അവളില്ലാതാക്കിയത്. അവൾക്കുള്ള പണി ഞാൻ തന്നെ കൊടുത്തോളാം സാഗറെ. താൻ പറഞ്ഞ നേരാ, ഇത് ജഗനെയും വന്ദനയും തെറ്റിക്കാനുള്ളൊരു തുറുപ്പ് ചീട്ടാ. ഇവിടെ ഈ സ്പേഡ് ഗുലാൻ തന്നെ പ്രയോഗിക്കാം. ശരി സാർ. എന്നാ ശരി. മൊട്ടത്തലേൻ കിളവന്റെ മുടിഞ്ഞ സംശയം. എന്തായാലും അതൊക്കെ മാറിയും തോന്നുന്നു. ഇനി വന്ദനയും ജഗനെയും രണ്ട് ചേരിയിലാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കാം.
വിശേഷം അറിഞ്ഞിട്ട് വന്ദനയെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും പോയില്ലേ നീ? എന്താണ് അച്ഛാ? ഓ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ല അല്ലേ? സന്തോഷമായാലും സങ്കടമായാലും വന്ദന ആദ്യം വിളിച്ചറിയിക്കുന്നത് നിന്നെയാ. അപ്പൊ അവളുടെ വിളിയൊന്നും വന്നില്ലേ നിനക്ക്? എനിക്ക് ആരുടെയും ഫോണൊന്നും വന്നില്ല. വരില്ല. നിന്നെ വിളിച്ചു പറഞ്ഞ് ശൃംഗരിക്കാനുള്ള സംഭവം അല്ലല്ലോ നടന്നിരിക്കുന്നത്. അച്ഛാ, കാര്യം പറ. വെറുതെ എടാ, ഏതോ വിഷമരുന്ന് കൊടുത്ത് ആ വന്ദന ഹരിതയുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കിയെന്ന്. വന്ദന ബന്ധുവാണ്, മാന്യതയുള്ള പെണ്ണാണ്, പൊന്നാണ്, പൊറുപ്പിക്കേണ്ടവളാണ് എന്നൊക്കെ പറഞ്ഞല്ലടാ നീ അവളുടെ പിറകെ വാലാട്ടി നടക്കുന്നത്. നിന്റെ അനന്തരവ സ്ഥാനത്ത് നിൽക്കേണ്ട കുഞ്ഞിനല്ലടാ ആ മഹാഭാവി തുലച്ചു കളഞ്ഞത്. പൂതനയാവള്. പിഞ്ചു കുഞ്ഞിനെ പോലും കൊല്ലാൻ മടിയില്ലാത്ത പൂതന. അച്ഛാ, ഇതൊന്നും അച്ഛാ, ഇതൊന്നും സത്യമായിരിക്കില്ല. ഞാൻ വിശ്വസിക്കില്ല. അപ്പൊ ഇത് കെട്ടുകഥയാണെന്നോ? നിന്റെ പെങ്ങൾ ഹരിതയാടാ ഈ സത്യം നിന്റെ അമ്മയെ വിളിച്ചു പറഞ്ഞത്. എടോ, ഈ വക കാര്യങ്ങൾക്ക് നുണ പറയാൻ ഹരിതയ്ക്കെന്താ ഭ്രാന്തുണ്ടോ? ഇല്ല, നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്റെ മനസ്സ് മാറിപ്പോയി മോനെ. ആ ഉരുമ്പെട്ടവള് മാറ്റി. ഞാൻ മനസ്സ് തൊട്ട് പറയുകയാടാ, ഒരു കാലത്തും അവൾ ഗുണം പിടിക്കില്ല. വന്ദന ഒരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല. ഇതിലെന്തോ ചതിയുണ്ട്. അതാദ്യം കണ്ടുപിടിക്കണം. ഹരിതയെ നോക്കാൻ വേണ്ടി രാവും പകലും ബുദ്ധിമുട്ടുന്ന വന്ദന എനിക്കറിയാം. എന്തോ ചതി നടന്നിരിക്കുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.